എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു കോമഡി വീഡിയോ ഒന്നല്ല കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലർക്കൊക്കെ കോമഡി ആയിട്ട് തോന്നും. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങൾക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞകാല മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഓരോന്ന് ചോദിക്കുന്നതും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം വെക്കുന്ന ഓരോരോ നിലപാടുകളെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കതൊരു കോമഡി ആയിട്ട് തോന്നിയാൽ നമ്മൾ എങ്ങനെ തെറ്റു പറയാനൊക്കും? കാരണം കഴിഞ്ഞ 10 വർഷം മുൻപിലുണ്ടായിട്ട് നമ്മളെയൊക്കെ ഇത്രയധികം വഞ്ചിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ ഇത്രയധികം ദ്രോഹിച്ചിട്ടുള്ള ധാർഷ്ട്യത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ അധിപതിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു നമ്മുടെ ശ്രീമാൻ പിണറായി വിജയൻ അവർകൾ എന്ന് പറയാതിരിക്കാൻ യാതൊരു തർക്കവുമില്ല. കാരണം അത് നമ്മൾ തിരുത്തി പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് വെറും കള്ളത്തരം ആയി പോവും. ശരിക്കും കള്ളത്തരം പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ തുറന്നങ്ങ് പറയാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ധവളപത്രം പുറത്തിറക്കിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ വളരെ സുരക്ഷിതത്വമായി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് ഒക്കെയാണ് ഇത്തവണ ധവളപത്രം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ കുറിച്ചിട്ട് ആദ്യം നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാല മുഖ്യനായിട്ടുള്ള നമ്മുടെ പിണു വിജയൻ പറയുന്നത് കേട്ടിട്ട് വരാം. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെ ഉള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല. അത് ശരിയായ ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ധവളപത്രത്തെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ നമ്മുടെ വിജയൻ അവർകൾ സംസാരിച്ചു. അപ്പൊ അതിന് മറുപടിയായിട്ട് നമ്മുടെ തീ കാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? തീ കാറ്റ്, ഇടിമിന്നൽ, കൊള്ളിയാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആളിക്കത്തി വന്നിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള, എന്നാൽ മറ്റ് ജനങ്ങൾ സ്നേഹത്തോടു കൂടി പൂക്കി മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന നമ്മുടെ VD സതീശൻ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ഇത്രയധികം ദേഷ്യത്തോടു കൂടി സംസാരിക്കുമോ എന്ന് വരെ തോന്നിപ്പോയി. ശരിക്കും അദ്ദേഹം സംസാരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് സംസാരിച്ചാലും അതിന്റെ ഇടയ്ക്ക് സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുന്നു എന്ന വണ്ണം ചിരിച്ച് സംസാരിക്കും. ശരിക്കും അധികം ആർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് അത്തരത്തിലൊരു കഴിവെന്ന് പറഞ്ഞാൽ. ശരിക്കും അധികം ആർക്കും ഇല്ലാത്തതാണ്. അതായത് ദേഷ്യം വന്നു കഴിയുമ്പോൾ ചിലരാണെങ്കിൽ പ്രതികരിക്കത്തില്ല, പക്ഷെ അവരുടെ ഫേസ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും കലിപ്പായിട്ട് നിൽക്കുകയാണെന്ന്. പക്ഷെ ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ പറയാനുള്ള കാര്യങ്ങൾ വളരെയധികം കൃത്യമായിട്ട് തന്നെ അധികം സംസാരിക്കും, ചിരിച്ച് തന്നെ സംസാരിക്കും. ഏതായാലും ധവളപത്രത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഡയലോഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒന്നും മിണ്ടാതെ, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, ഇതൊന്നും പറഞ്ഞത് ഞാനല്ലേ എന്ന പക്ഷത്തിൽ മിണ്ടാണ്ട് മൂലക്കിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ കാല മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ശരിക്കും ഇദ്ദേഹത്തെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയ സമയത്തിന് തന്നെ ഞാൻ ഉൾപ്പെടെ പല ആളുകളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ശരിക്കും ഇതിന്റെ ഒരു ആവശ്യമില്ല എന്ന്. കാരണം ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയോട് ഒരു വിരോധവും ഇല്ല. 10 വർഷം നമ്മളെ വേദനിപ്പിച്ചാന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ അത്രയധികം ഒരു ഉപകാരവും ഇല്ലാതെ നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും കണ്ട പെണ്ണുങ്ങളെയും കയറ്റി, അതായത് ശബരിമലയുടെ കാര്യമാണ്, കുറെ ബിന്ദുവിനെയും അമ്മണിയെയും അങ്ങനെ കുറെ കുരുത്തക്കെട്ടവളമാരെയൊക്കെ പിടിച്ച് കയറ്റി ജനങ്ങളുടെയൊക്കെ ഒരുപാട് വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു പ്രായം കഴിഞ്ഞിട്ടില്ലേ അല്ലേ? ഞാനൊക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ മാക്സിമം നമ്മുടെ പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ച് തമാശയും ചിരിയും സന്തോഷവുമായിട്ട് നല്ലൊരു നാളേക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ് ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം
എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 10 വർഷം ഇങ്ങനെ നമ്മളെ ഭരിച്ചുകൊണ്ട് ആ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് സുഖിച്ചിട്ടും ഇപ്പോഴും ആ ഒരു അധികാരത്തിന്റെ ഗർവ് അദ്ദേഹത്തെ വിട്ടു പോയിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും അതിൽ തന്നെ തുടരാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ കാല മുഖ്യമന്ത്രിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരാളെയും തിരുത്തി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ധവളപത്രത്തെ കുറിച്ചിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് വരാം. ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഉണ്ട്. അതേപോലെ ബജറ്റ് അവതരിപ്പിച്ചു. ആ ബജറ്റിൽ ഇതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് വരുന്നത്. ആ ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാനാണ്. 35,000 കോടി രൂപയുടെ പ്ലാൻ പദ്ധതിയാണ്. സാർ, ഈ ഗവൺമെന്റ് ഈ അധികാരം ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കഴിഞ്ഞ ബജറ്റിലെ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,000 കോടി ഇല്ല. കാരണം എന്താ? ആ പ്ലാൻ തയ്യാറാക്കിയത് നിങ്ങൾ അറിയണം, എല്ലാ എംഎൽഎമാരും അറിയണം. ഒരു ഗവൺമെന്റും അഭിമുഖീകരിക്കാത്ത ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ് ഇവരെങ്ങനെയാണ് കണക്കാക്കിയത്? ഇവർ കണക്കാക്കിയത് 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുത്തിരുന്നു. 55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെന്റ് കിട്ടിയ വലിയ നേട്ടമാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ വരും. 16ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സാർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയർ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. സാർ, പിന്നെയുള്ള കണക്ക് എന്താണ്? പിന്നെയുള്ള കണക്ക് 16ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹണം, വൈദ്യുതി ഗസാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. പക്ഷെ അവർ വർദ്ധിപ്പിച്ചു. പക്ഷേ 2.38 മാത്രമാണ് അവരാക്കിയത്. സാർ, അപ്പോൾ എത്രയാ പോയത്? അപ്പോൾ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റു ചില പ്രതിഷ്ഠ ഗ്രാന്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലെ അന്തരീക്ഷം ഫേസ് ചെയ്തിരുന്നു? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അല്ല, ഞാൻ തീർത്തോട്ടെ, അത് സംശയം ചോദിക്കാം. 20,500 കോടി ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. I'll give you an opportunity. 20,500 കോടി രൂപയില്ല. ഇനി എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കണം സാർ. എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സാർ, ട്രഷറിയിൽ പൈസ ഒരു പല രീതിയിൽ വരും. ഇത് IGST ഗ്രാന്റിന്റെ പൈസ വന്നു, ലാസ്റ്റ് ആയി വിളിക്കും. വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് വന്നു. സാർ, മെയ് 16ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേക്ക്? അതിനുശേഷം 18 മെയ് 16ാം തീയതി 6,000 കോടി ഉണ്ടോ? 2,000 കോടി രൂപയുള്ളൂ. അപ്പോൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കാം. 50,000 കൂടുതൽ 50,000 രൂപ. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം. ശമ്പളം കിട്ടുമ്പോൾ പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വെക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരന്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായി? അത് കൊടുക്കുന്നില്ല. ആ ഇറച്ചി മീൻ മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എന്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. പറയാണ്, എന്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6,000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ LSD മിനിസ്റ്റർ ഇരിക്കുന്നു. ലോക്കൽ ബോഡിയുടെ 3ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്ര വരെയാവും? 377 കോടി രൂപ. 6,000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയസ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാൽ 6,000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയസ് കൊടുത്തേക്കാം. തീരുമാനിച്ചില്ലല്ലോ. പെൻഷൻമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ അതും പോട്ടെ, അതെല്ലാം പോട്ടെ. ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാ കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്ന ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ പൈസ? കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2,017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക 6,000 കോടി ബാക്കി
അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നന്നായിട്ട് കണക്കിന് കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായി പോയി എന്നേ പറയാനായിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ പിണറായി സഖാവിന് വായിൽ നാക്കില്ലാത്ത ഒരു അവസ്ഥയാണ്. മിണ്ടാട്ടം പോലും മുട്ടിപ്പോയ അവസ്ഥയിൽ ഇങ്ങനെ മസ്സിൽ പിടിപ്പിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. ശരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുപോലെ പ്രായം തികഞ്ഞ ആളുകളെയൊക്കെ എന്തിനാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് പിടിച്ചു നിർത്തുന്നത്? ന്യൂജൻ പിള്ളേർ വരട്ടെ. ന്യൂജൻ പിള്ളേരെന്ന് പറയുമ്പോൾ ജോക്കിയുടെ ഷെഡി പുറത്ത് കാണിച്ചിട്ട് മറ്റേ ആ ഒരു എന്താ പറയുന്നത്, ഒരു പാന്റ് ഉണ്ടല്ലോ, ആ ഒരു എന്താ അതിന്റെ പേര്, ആ ഒരു ബളബളത്തെ പാന്റ് ഉണ്ടല്ലോ, അതും എടുത്തിട്ടിരിക്കുന്ന ബാഗി, ആ ഒരു ബാഗിയുടെ പാന്റും എടുത്തിട്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരന്മാരെയല്ല ഇതുപോലെ കേരള എന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറ്റണമെന്ന് ഞാൻ പറയുന്നത്. അതല്ലാതെ തന്നെ കുറച്ച് യൂത്ത് ആയിട്ടുള്ള ആളുകളെ, അത്യാവശ്യം വിവരവും ബോധവും എന്താണ് ഇന്ത്യ എന്നും കേരളം എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഇന്ത്യക്കുള്ളിലെ സംസ്ഥാനമാണ് എന്നുള്ള തിരിച്ചറിവൊക്കെയുള്ള ആരെയെങ്കിലുമൊക്കെയാണ് കൊണ്ടുവന്ന് ഈ ഒരു കേരളത്തിന്റെ ഇപ്പോൾ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇരുത്തുകയെങ്കിൽ ആ ഒരു കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരാകുമ്പോഴത്തേക്ക് അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആ ഒരു പോക്ക്, കൂത്തായിട്ടുള്ള ആളുകളെയാണ് കൊണ്ടിരുത്തുന്നതെങ്കിൽ അവർക്ക് ഇന്നത്തെ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. ശരിക്കും നമ്മുടെ ഈ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇരുത്തുന്നത്, അല്ലേ? അതൊക്കെ അങ്ങ് വിട്ടിട്ട് അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ആളുകളെ, കാര്യപ്രാപ്തി ഉള്ള ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കണം. എല്ലാവർക്കും അവസരം കൊടുക്കണം. അല്ലാണ്ട് ഇതുപോലെ മുഖ്യമന്ത്രി കസേര, അതുപോലെ തന്നെ മന്ത്രി കസേരകള്, അതുപോലെയുള്ള മെയിൻ ആയിട്ടുള്ള പൊസിഷനുകളിലേക്കൊക്കെ മുതിർന്ന നേതാക്കൾ തന്നെ വന്നിരിക്കാതെ പിള്ളേരെ കൂടി അതിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. എന്തായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.